ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഴ പെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ കേരളം ഭീതിയിലാവുകയാണ്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ല. ഈ വർഷം വലിയ ദുരന്തങ്ങളില്ലാതെ കടന്നു പോകുമെന്ന് നനച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനുഷ്യൻ തന്നെ വരുത്തി തീർത്ത മറ്റൊരു ദുരന്തം അടിമാലിയിൽ മണ്ണിടിച്ചിലായി വന്ന് ഭവിച്ചത്. ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരാൾക്ക് ഇടതുകാല് മുറിച്ചു കളയുന്ന ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. ആരുടെ കുഴപ്പമാണിത്? പാവങ്ങൾക്ക് ജീവിക്കുക, ഒരു നട്ടപ്പാതിരയിൽ ആരും ഓർക്കാതിരിക്കുമ്പോൾ മണ്ണ് ഇടിഞ്ഞു വന്ന് ജീവിതത്തെ കൊളുത്തി വലിച്ചു കൊണ്ടുപോവുക. സത്യത്തിൽ ഇതൊക്കെ കരാർ കമ്പനി കുറെ കൂടി ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കി ചെയ്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ദുരന്തമായിരുന്നു. ഇന്ന് അടിമാലിയിലെ മണ്ണിടിച്ചിൽ ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ TS സിദ്ദിഖ്. അദ്ദേഹം അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡ് മെമ്പറാണ്. കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇടുക്കി DCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. സ്വാഗതം സാർ. അങ്ങയുടെ വാർഡിൽ കഴിഞ്ഞ 25-ാം തീയതി ഏതാണ്ട് രാത്രി 10:30 സംഭവിച്ചൊരു വലിയ ദുരന്തം. ഒരുപക്ഷെ നമ്മൾ ഈ വർഷം വലിയൊരു ദുരന്തത്തെ ഭയന്നെങ്കിൽ പോലും ഈ തവണത്തെ വർഷക്കാലം കടന്നു പോവുകയാണ്. വലിയ ദുരന്തമില്ലാതെ കടന്നു പോവുകയാണെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരർത്ഥത്തിൽ മനുഷ്യ നിർമ്മിതമായ ഒരു ദുരന്തം എന്ന് പറയാവുന്ന തരത്തിൽ അങ്ങയുടെ വാർഡിലേക്ക് 9ാം വാർഡിൽ നിന്നും പതിച്ച മണ്ണ് ഒരാളുടെ ജീവനെടുത്തു. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബിജു, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സന്ധ്യ ഇടതുകാലിന് മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. വലതുകാലിന് വലിയ പരുക്കമുണ്ട്. സത്യത്തിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ ഗവൺമെൻറ് ഹൈസ്കൂളുകളിലെ ക്യാമ്പിൽ കഴിയുകയാണ്. ഏതാണ്ട് 6 വീടുകളോളം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നും 3 വീടുകൾ ഭാഗികമായി നഷ്ടപ്പെട്ടുവെന്നും അങ്ങ് തന്നെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ? ഇപ്പോൾ ആ ദുരന്തത്തിന് ശേഷം അവർ 48 കുടുംബങ്ങളെ നമ്മൾ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. ആ മാറ്റി പാർപ്പിച്ചതിൽ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട 6 പേരും ഭാഗികമായി നഷ്ടപ്പെട്ട 2 വീടുകളുണ്ട്. അവരെ ആ 8 പേരെ കത്തിപ്പാറ KSCB ക്വാർട്ടേഴ്സിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുടുംബങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ തുടരുന്നത്. അവിടുത്തെ മറ്റ് സംഘടനകളും സന്നദ്ധ സംഘടനകളുമൊക്കെ ഇവർക്കുള്ള ചെറിയ ചെറിയ സഹായങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പുറത്തു നിന്നുള്ള സംഘടനകൾ എത്തിച്ചു കൊടുക്കുന്നതല്ലാതെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും അവർക്കൊരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയോ ഈ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് പകരം സംവിധാനം എന്താണെന്നതിനെക്കുറിച്ചോ ഒരു ആലോചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവർ നിരാഹാരം സമരം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ അവരുടെ പുനരധിവാസ പാക്കേജിനെ കുറിച്ചോ അല്ലെ മറ്റ് സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു പ്രഖ്യാപനവും ഇല്ലാതെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഉത്തരവ് ഇറങ്ങുകയുണ്ടായി. ആ ഉത്തരവിൽ നിലവിൽ അവിടെ പാർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ ഒരു 26ഓളം കുടുംബങ്ങളെ തിരികെ വീടുകളിലേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യം ഉണ്ടായി. മറ്റുള്ളവരെ ബാക്കി വരുന്ന ആളുകളെ അടിമാലി MB കോളേജിലേക്ക് മാറണം എന്ന് പറഞ്ഞുള്ള ഉത്തരവാണ് ഉണ്ടായത്. ഇപ്പോൾ അങ്ങേക്കറിയാവുന്നതുപോലെ ഈ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂള് ആ സ്കൂൾ പ്രവർത്തിക്കേണ്ടതാണല്ലോ. അപ്പോൾ സാധാരണ നിലയിൽ ക്യാമ്പുകൾ ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി സ്കൂളുകൾ വിട്ടുകൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ന് ആ സ്കൂളിൽ, അതായത് ഇന്ന് 6ാം ദിവസമാണ് ഈ സംഭവം നടന്നിട്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു, 25-ന് രാത്രിയിലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ദിവസമാകുമ്പോഴേക്കും അത് 8ാം ദിവസമാകും. ഞാൻ പറയുന്നത് ഇപ്പോൾ എത്ര പേരുണ്ട് ക്യാമ്പിൽ? ഇപ്പോൾ ഏകദേശം 140ഓളം പേര് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുകയാണ്. അത്രയും പേര് സത്യത്തിൽ ആ മണ്ണിടിച്ചിലിന് ഇരയായി മാറിയവരാണ്. സാർ, അതിൻ്റെ അകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ അത് ദുരന്തത്തിന് ഈ ദുരന്തം നടക്കുന്നതിന് 2-3 ദിവസം മുമ്പും അവിടെ ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടായ സമയത്ത് സംഗതി ജില്ലാ കളക്ടറേറ്റിൽ നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ
അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞൊരു അറിയിപ്പുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഇതിൽ നിന്ന് കൈ കഴുകുന്ന ഒരു സമീപനം ഉണ്ടായി. തുടക്കത്തിൽ തന്നെ അവർ വന്ന ഒരു റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് തരികയാണ്, ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളെന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മുടെ ഇപ്പോൾ NH വേണ്ടിയിട്ട് അക്വയർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് അതിന് വേണ്ടിയിട്ട് അവർ മാർക്ക് പാറ ഇട്ടിരിക്കുന്ന സ്ഥലത്തിനും ഒരുപാട് മുകളിൽ വെച്ചാണ് ഈ ഭൂമി വിണ്ടുകീറി നിൽക്കുക. ഈ കരാർ കമ്പനി ഉണ്ടല്ലോ, ഈ KK അങ്ങനെ എന്തോ പേരിലൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്, കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനി. ഈ കരാർ കമ്പനി റോഡ് പണി, പ്രത്യേകിച്ച് NH-85 നമ്മുടെ കൊച്ചി ധനുഷ്കോടി പാതയാണല്ലോ ഇത്, വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഈ നാടിൻ്റെ നാഡീഞരമ്പെന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ദേശീയപാതകൾ. ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടെമ്പാടും ഉണ്ട് ഇത്. അപ്പോൾ ഈ NH-85 ആയി ബന്ധപ്പെട്ട് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ, 14 കിലോമീറ്റർ നേരിമംഗലം തൊട്ട് വാളറ വരെയുള്ള പ്രദേശങ്ങളുടെ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല, കേസ് കോടതിയിലാണ്. അപ്പോൾ ഈ പണികൾ ധാരാളമായി നടക്കുന്നു. അങ്ങേക്കറിയാവുന്നതുപോലെ ഈ വാർഡിൽ അതിൻ്റെ പ്രത്യേകിച്ച് 9ാം വാർഡിനോട് ചേർന്നുള്ള ആ ഭിത്തി, ആ മൺഭിത്തിയിൽ പണി തുടങ്ങിയിട്ട് കുറഞ്ഞത് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ മാത്രം തീർച്ചയായും ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിരന്തരമായി സഞ്ചരിക്കുന്ന ആളെന്ന നിലയിൽ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നാട്ടുകാർ ഇതിനെക്കുറിച്ച് ഈ എൻജിനീയറിംഗ് സ്കില്ലുള്ള ആളുകൾ പറയുന്നുണ്ട് ഇത് വലിയ അപകടത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നോ? തീർച്ചയായും പെട്ടിരുന്നതാണ്. അപ്പോൾ അവർ അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻജിനീയറിംഗ് ഭാഗത്തു നിന്ന് ആരും തന്നെ ഈ വർക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന മേഖലയിൽ കാണാറില്ല. ഇവരുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായൊരു കുത്തനെ 10-50 അടിയോളം ഉയരത്തിലാണ് അവിടെ മണ്ണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് മാറ്റുന്ന പണികൾ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ പറയുന്നത് അത് കുഴപ്പമില്ലാത്ത സംഗതി, അത് ചരിച്ച് ആണ് ചെയ്യുന്നത്, മേളയിൽ നിന്ന് ചരിച്ച് മണ്ണ് മാറ്റും എന്നൊക്കെ പല തവണയും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല നടക്കുക. ഇപ്പോൾ നമ്മൾ പോയി കണ്ടാൽ പോലും കുത്തനെയാണ് അവിടെ ആ മണ്ണ് മാറ്റിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് മാറ്റി വരുമ്പോൾ അടിയിൽ പാറ കാണും. ആ പാറ കാണുന്നത് അവർ പറയുന്നത് കെമിക്കൽ ഉപയോഗിച്ചാണ് സാറ് പൊട്ടിക്കുന്നത്. പക്ഷെ ആ പൊട്ടി വരുന്ന പാറ അന്നേരം ബ്രേക്കർ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഈ ഭൂമിക്കുണ്ടാകുന്ന ഒരു ഷെയ്ക്ക് ഉണ്ട്. അത് ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ആഴം കൂട്ടിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. പിന്നീട് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സാറേ, സംഗതി വില്ലേജ് അധികൃതരുടെ ഭാഗത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച സംഭവിച്ചു. അതിലേക്ക് വരാം, നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അത്തരം സംഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഈ പണിയുമായി ബന്ധപ്പെട്ട് ഈ കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ നടന്നപ്പോൾ സത്യത്തിൽ പൊതുവെ ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാരായ നിങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭാഗത്ത് നിന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയോട് ഒരു മൃദു സമീപനം ഉണ്ടോ? പൊതുവെ അവരുടെ പണിയുമായി ബന്ധപ്പെട്ട് കാര്യമാത്ര പ്രസക്തമായ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നില്ല. അതെന്താവും? ഒരിക്കലും ഇല്ല, ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 2-3 തവണ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഈ KKയുടെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും അതേപോലെ തന്നെ ഈ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഓഫീസറും ഒക്കെ പങ്കെടുത്ത മീറ്റിങ്ങുകൾ, MP ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. ആ മീറ്റിങ്ങുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട റോഡ് പണിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. ആ ആക്ഷേപങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് ആ മീറ്റിങ്ങുകളെല്ലാം പിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്നത് ഇത് ഇപ്പോൾ ഒരു വീടുകൾ NHന്റെ റോഡ് സൈഡിലുള്ള വീടുകളിലേക്കുള്ള വഴികൾ പോലും കൊട്ടിയടയ്ക്കുന്ന സമീപനം പലപ്പോഴും ഉണ്ട്. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോക്കാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പല വഴികളുമുണ്ട്, NHൽ നിന്നും കടന്നു പോകുന്ന പഞ്ചായത്തിൻ്റെ വഴികളുണ്ട്. അതിനൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ എടുത്ത് കൊടുത്തിരിക്കുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട റോഡാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓരോ വീടുകളിലേക്കുള്ള വഴികൾ അത് ഇപ്പോഴും അവിടെ നമുക്ക് ഈ അപകടം നടന്ന മേഖല മാത്രമല്ല, NHന്റെ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മേഖലയിലും ഈ ഒരു വലിയ ആരോപണം നടക്കുന്നുണ്ട്. ഈ റോഡിന് ഇരുവശവുമുള്ള സ്ഥലങ്ങൾ NH നേരത്തെ തന്നെ അക്വയർ ചെയ്തിട്ടിരിക്കുന്നതാണല്ലോ, അതെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട് തന്നെ. പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ലാതെ വീട് വെച്ചവർ
ആ വീട്ടിലേക്ക് വഴിവെട്ടിയവർ ഇല്ലേ, അതുപോലെ അങ്ങനെ ധാരാളമായ ആളുകൾ അവിടെയുണ്ട്. അതിൻ്റെ ആരാധനാലയങ്ങളുടെ ചില ചിഹ്നങ്ങൾ ഇതെല്ലാം കൂടി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ചില കഴിയുന്നത്ര അവർ വീടുകളെ ഉപദ്രവിക്കാതെയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ടോ? അതായത് കഴിയുന്നതും വീട്ടുകാരെ അവിടുന്ന് മാറ്റാതെ ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ചില അലൈൻമെൻറ്റ് മാറ്റിയൊക്കെ പോകുന്നുണ്ട്. അത് ശരിയാണ്, അത് തീർത്തും ശരിയാണ്. അതിന് നിങ്ങളുടെ സഹായമുണ്ടോ? അതിന് ചില പരാതികൾ വരുമ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിന്ന് തന്നിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം. അല്ല, അതൊക്കെ നമുക്ക് കാണാൻ കഴിയും, അത് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു മണ്ണരിച്ചിൽ ഇപ്പൊ ഷിരൂര് സംഭവിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷിരൂര് സത്യത്തിൽ ചെരിച്ച് മണ്ണെടുക്കാതെ വന്നതിന്റെ ദൂഷ്യമാണെന്ന് എത്രയോ വട്ടം നമ്മുടെ ചാനലുകൾ, നമ്മുടെ കേരളം ഒരു ജീവന് വേണ്ടിയിട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് തപം ചെയ്തതാണ്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. അർജുനുമായി ബന്ധപ്പെട്ട കേസാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ നോക്കൂ, ഇത് സത്യത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിന് വലിയ വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. ഇവിടെ ഇടിയും എന്നുള്ളത് അറിയാമായിരുന്നു. അതിൻ്റെ താഴെ കല്ലുണ്ട്, ആ കല്ലിൽ വെറുതെ പൊതിഞ്ഞിരിക്കുന്ന മണ്ണ് അത് പോരുമെന്നറിയാമായിരുന്നു. അങ്ങേക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ശനിയാഴ്ച ഈ മണ്ണിടിയുന്നതിന് മുമ്പ് അങ്ങ് തന്നെ സൂചിപ്പിച്ച അതിൻ്റെ 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച മണ്ണിടിഞ്ഞിരുന്നു. നല്ല മഴ പെയ്തിരുന്നു. അവിടെ ഗതാഗതം പോലീസ് തടഞ്ഞിരുന്നു. ശരിയാണ് ഇല്ലേ? ശരിയാണ്. തന്നെയല്ല, അടിമാലിയുടെ മറ്റൊരു വഴിക്ക് ഗതാഗതം തിരിച്ചു വിടുകയും ചെയ്തു. എന്നിട്ടും സത്യത്തിൽ വേണ്ടത്ര ഗൗരവം ഇല്ലാതെ പോയോ? അതെയോ 22 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ കഴിഞ്ഞത് ഗൗരവം ഉള്ളതുകൊണ്ടാണോ? ഇല്ല, തീർച്ചയായിട്ടും അതൊരു ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത് സാറേ, ആദ്യമേ പറഞ്ഞു വന്നത്. അവർ അതിനുശേഷം ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് നമ്മളോട് പറഞ്ഞത് മണ്ണ് കട്ടിങ് ആയിട്ട് ചരിച്ച് എടുക്കാനുള്ള ഇത് ചെയ്യാം, മണ്ണിടിച്ചിലിൻ്റെ ആഘാതം കുറയ്ക്കാം. അപ്പോൾ മണ്ണ് വന്നാലും സംഗതി റോഡിൽ തന്നെ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അവർ 2 ദിവസം അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് സംഗതി അവിടെ പണികൾ ചെയ്യുകയുണ്ടായി. അന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഞാൻ അതുവരെ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ അതോറിറ്റിയുടെ ആളുകൾ ആരും തന്നെ ഈ മുകളിൽ ഈ മണ്ണ് റോഡിൽ ഇങ്ങനെ വിണ്ടു നിൽക്കുന്നത് പുറമെ നിന്ന് കാണാമെങ്കിലും ഇതിന്റെ മുകളിൽ പോയി നോക്കി ഈ വിള്ളൽ എന്തോരം ഉണ്ടെന്ന് അങ്ങ് ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ മലയുടെ മുകളിൽ ഏതാണ്ട് 40 അടി 50 അടി ഈ ഉയരമുള്ള ഈ തിട്ടിന്റെ മേളിൽ നിന്ന്, ഈ മൺതിട്ടിന്റെ മേളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ പടുതകൾ താഴോട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട് കാണും ഇല്ലേ? അതായത് അത് ഒരുപക്ഷെ താഴെ നിന്ന് മണ്ണ് ഊർന്നു പോകുന്നതിന് പരിഹാരമാകും അത്? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത് സർ, അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്ലാസ്റ്റിക് പടുത ഇട്ട് സംഗതി ചെയ്തെന്നുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ മുകളിലുള്ള വിള്ളല് ഭൂമി വിണ്ടുകീറി നിൽക്കുകയാണ്. ആ വിണ്ടുകീറി നിൽക്കുന്നത് ഇവർക്ക് ശ്രദ്ധിക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്തില്ല. അപ്പോൾ ഞങ്ങളുടെയും ധാരണ അതായിരുന്നു. നമ്മളാരും സംഗതി ഇപ്പോൾ മലയുടെ മേളിൽ പോയി കയറി നോക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെയും ധാരണ അതായിരുന്നു. പക്ഷെ എന്തോ അന്ന് ഒരു 4 മണിയോടുകൂടി ആ കോളനിയിൽ താമസിക്കുന്ന ആളുകളെയും കൂട്ടി മുകളിൽ പോയി നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് മുൻപ് 2 ദിവസം മുമ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞിരുന്നു ഈ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. കളക്ടറേറ്റിൽ നിന്ന് അതിന്റെ ഉത്തരവുകൾ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോഴും ഇതിങ്ങനെ വന്നപ്പോഴും പറഞ്ഞത് ഈ KK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ആളുകൾ പറഞ്ഞത് അവർ സംഗതി മണ്ണ് പതുക്കെ മാറ്റാം. അപ്പൊ ഗൗരവം മനസ്സിലായില്ല. അപ്പോൾ അന്ന് അത് അവിടെ കയറിപ്പോയി നോക്കുമ്പോഴാണ് ഇതിന്റെ വിള്ളലുകൾ കാണുന്നത്. വിള്ളലുകൾ കണ്ട് ആ സമയത്ത് തന്നെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ നിന്ന് ഫോണിൽ വിളിക്കുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിന്റെ മകന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ ആവശ്യവുമായി ബന്ധപ്പെട്ട് ലീവ് ബാംഗ്ലൂരായിരുന്നു. അദ്ദേഹത്തിന് അപ്പം തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. സാറേ, ഒരു കാരണവശാലും ഇനി 1 മിനിറ്റ് പോലും ഇവിടെ ആളുകളെ അവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് അപ്പം തന്നെ വില്ലേജ് ഓഫീസറെയും ഫോണിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് അതിന്റെ നടപടികളുടെ വേഗത കൂട്ടിയത്. അത് ശരി. ആ സമയത്താണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഈ മണ്ണിനടിയിൽ പോയ 6 കുടുംബങ്ങളിലെ ആളുകളെ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് പറക്കിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത. അപ്പൊ സത്യത്തിൽ ഇവർ ഇപ്പോൾ ഈ മാറി താമസിച്ച് അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട വീട്ടിൽ താമസിച്ച ആളുകളും കൂടി നേരിട്ട് പോയി ഇതിന്റെ ഭീഷണി മനസ്സിലാക്കി. തീർച്ചയായിട്ടും
ഇല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓ, അതൊരു വലിയ അതുകൊണ്ടാണ് പെട്ടെന്ന് മാറാൻ അവർ തീരുമാനിച്ചത്. എന്നിട്ടും ഇവര് വന്നിട്ടും താഴെ സംഗതി അതിനുശേഷം വില്ലേജ് ഓഫീസർ അപ്പോഴത്തേക്കും വന്നു. വില്ലേജ് ഓഫീസർ വന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന അനസ് ഇബ്രാഹിം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവരെയൊക്കെ തൽക്കാലത്തേക്ക് ഏത് വീട്ടിലേക്കാണ് മാറ്റിയത്? ഏത് വീട്ടിലേക്കല്ല, ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ തന്നെ ഗവൺമെന്റ് സ്കൂൾ ഇത് ചെയ്തു. ഗവൺമെന്റ് സ്കൂളിലേക്കാണ് വൈകുന്നേരത്തോടുകൂടി മാറ്റിയത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ബിജു ഭാര്യ സന്ധ്യയും കൂടി ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് അങ്ങോട്ട് എത്തിയത്? അല്ല അല്ല അല്ല. ബിജുവിന്റെ ഭാര്യയെ ഞാൻ തലേദിവസം, അപകടം ഉണ്ടാകുന്നതിന് തലേദിവസം വിളിച്ച് ബിജുവിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ബിജുവിന്റെ വൈഫാണ് ഫോൺ എടുത്തത്. വൈഫിനോട് ഇങ്ങനെ ഇവിടെ നമുക്ക് സുരക്ഷിതമല്ല, മാറണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മെമ്പറെ തൊട്ടടുത്താണ് അവരുടെ തറവാട് വീടുള്ളത്, അങ്ങോട്ട് മാറിയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അത് മതി എന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അത് ലക്ഷം വീടിനോട് ചേർന്നാണോ? ലക്ഷം വീടിനോട് ചേർന്ന് തന്നെയാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ മൺതിട്ടയ്ക്ക് പകരം, മൺതിട്ട വീണ്ടും അരിഞ്ഞെടുക്കുന്നതിന് പകരം അതിന്റെ എതിർ സൈഡ് വീതി കൂട്ടി 3-4 വീട്ടുകാർക്ക് കോമ്പൻസേഷൻ കൊടുത്തു പോകാൻ എന്തുകൊണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയെ പ്രേരിപ്പിച്ചില്ല? അതാണ് ഞാനും ഇപ്പോൾ ആലോചിക്കുന്നത് സാർ. അതിന്റെ ഒരു എത്ര ആലോചിച്ചിട്ടും അതിനൊരു മറുപടി എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അതുമായിട്ട് ആലോചിക്കാൻ പറ്റിയ ഒരു എഞ്ചിനീയേഴ്സിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നില്ല അല്ലേ? കിട്ടുന്നില്ല. ഈ വർക്ക് നടക്കുമ്പോഴൊന്നും എന്റെ അറിവനുസരിച്ച് 2 കിലോമീറ്ററിന് ചുമതലയുള്ള 2 എഞ്ചിനീയേഴ്സ് വെച്ചിട്ടുണ്ടാവുമെന്നാണ് അല്ലേ? അവരൊന്നും പലപ്പോഴും ഫലത്തിൽ ഈ റോഡിൽ കാണുന്നില്ല. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ സാറേ. അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് ഇവരുടെ വർക്കുകൾ പൂർണ്ണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഗതാഗതം നിയന്ത്രിക്കുന്ന പോലും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അവരാരും വകവെക്കാതെ പലരും വണ്ടി കടന്നു പോവാണ്. തീർച്ചയായിട്ടും. അവരാരും വകവെക്കുന്ന പോലും ഇല്ല. അവര് നിസ്സഹായരായി നിൽക്കുമ്പോൾ ഈ ചുവന്ന കൊടി കാണിച്ച് നിൽക്കുന്നിടത്തൂടെ വണ്ടി ഇങ്ങനെ കടന്നു പോവാണ്. പലപ്പോഴും ഇതേപോലുള്ള ഒരു വർക്കുകൾ നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകാറില്ല. പലപ്പോഴും പറയുമ്പോൾ നമ്മൾ പലരെയും ഈ വഴി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും, വീടുകളിലേക്കുള്ള അവരുടെ വഴികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരാതികൾ വരുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഇവരെല്ലാം അവരുടെ ഓഫീസുകളിലും മറ്റു കാര്യങ്ങളിലുമാണ്. അപ്പോൾ ഇത് സൈറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പൊ അങ്ങേക്ക് അറിയാലോ ഗ്യാപ്പ് റോഡിലെ പ്രശ്നം. ഗ്യാപ്പ് റോഡിലെ നമ്മളൊക്കെ മിക്കവാറും അതിന് അതിൽ കടന്നു പോകുമ്പോൾ കല്ല് ഉരുണ്ടു വരുന്നതിന് പോലും ദിക്സാക്ഷിയായിട്ടുണ്ട് ഞാൻ പറയുന്നത്. അത് വർഷാവർഷം അവിടെ വലിയ ദുരന്തം സംഭവിക്കുന്നുണ്ട്, വർഷാവർഷം മണ്ണിടിച്ചിൽ സംഭവിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി യാതൊരു പഠനവും ഇല്ലാതെ ഇതുപോലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഈ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഒരു പഠനവും ഇല്ലാതെ നടത്തുന്നു എന്നതിൻ്റെ ഒരു ബാക്കി പത്രമല്ലേ അത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ തൊട്ടിപ്പുറത്ത്, അതായത് ഒരു 20 മീറ്റർ തൊട്ടിപ്പുറത്ത്, അവിടെയും ഇപ്പോൾ ഇതേപോലെ തൂക്കിന്, ഇപ്പോൾ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും, തൂക്കിന് മണ്ണ് അരിഞ്ഞു നിർത്തിയിരിക്കുക. അതും ഈ പറഞ്ഞ പോലെ 10-20 അടി ഹൈറ്റിലാണ് അത് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു സ്ലാബ് കൊണ്ടുപോയി, അത് ഒരു 10 അടി, 10 അടി ഇല്ല, 10 അടിയൊന്നുമില്ല, ഒരു 8 സ്ലാബാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാക്കി ഹൈറ്റിൽ മണ്ണ് ഇപ്പോൾ നിൽക്കാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ സമയത്ത് അത് വന്നപ്പോൾ അവരുടെ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ സംസാരിക്കണ്ടേ, സാർ ഇത് എന്താണെന്ന്. അപ്പോൾ അവർ സംഗതി അത് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് പണി താമസം വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, യാതൊരു ശാസ്ത്രീയ വശങ്ങളും പരിഗണിക്കാതെ ഒരു 20-25 അടി ഉയരമുള്ള ഒരു തിട്ടിൽ ഈ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ് ചാരുന്നത് കൊണ്ട് ഗുണമുണ്ടായേക്കാം. കാരണം വെച്ചാൽ അത് ഒരുപക്ഷെ അതിന് താങ്ങി നിർത്താം. ഇനി അഥവാ ഇടിഞ്ഞു വന്നാൽ പോലും അതിന് താങ്ങായൊക്കെ നിൽക്കാം. പക്ഷേ 40-50 അടി ഉയരം ഉള്ള ഈ മൺതിട്ടയിൽ ഈ കോൺക്രീറ്റ് സ്ലാബ് ചാരി വെക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുന്നതിൻ്റെ ശാസ്ത്രീയത എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് ചിലപ്പോൾ എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളുകൾ പറയേണ്ടതാണ്. അത് പോട്ടെ. ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ഈ മണ്ണിടിഞ്ഞ സ്ഥലം ഇപ്പം അന്ന് മുതൽ എല്ലാ ദിവസവും ഒരുപക്ഷെ അവിടെ പോകുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ വാർഡുമാണ്. ഇത് ഇപ്പോഴും ഭീകരതയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ. ഏത് സമയത്ത് ഇടിഞ്ഞു പോരാവുന്ന ഒരു വലിയ മൺകൂന, ഒരു മൺപർവ്വതം അവിടെ നിൽക്കുന്നുണ്ട്. അത് പോരുമെന്നല്ലേ അങ്ങ് കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഇടിഞ്ഞു പോന്നിരിക്കുന്ന ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ ഈ ഭൂമി വിണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. 1/3 ഭാഗം എപ്പോഴും നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഇനിയും അപകടം, കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ മഴ കാണുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ റോഡിലേക്ക് വീണ് കിടക്കുന്ന മണ്ണിൻ്റെ ഒരു സപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ബാക്കിയുള്ള ഭാഗം പോരാതിരിക്കുന്നതാണ്. അപ്പം ആ മണ്ണ് കൂടി ഇടിഞ്ഞു പോന്നാൽ ലക്ഷം വീട് കോളനി എന്ന് പറയുന്നത് അവിടുത്തെ മുഴുവൻ വീടുകളും മണ്ണ് കയറി പോകാനുള്ള സാഹചര്യം നിൽക്കുക.
ഞാൻ ഒരു കാര്യം ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അങ്ങയോട് ചോദിക്കുന്ന, ഒരു പക്ഷേ അബദ്ധം, ഈ ചോദ്യത്തിൽ അബദ്ധം ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഈ മണ്ണ് മേളിൽ നിന്ന് ഇടിഞ്ഞ് റോഡിൽ വന്ന് റോഡ് കവിഞ്ഞാണല്ലോ താഴോട്ട് പോകുന്നത്. ഈ ബിജുവിന് ഭാര്യയ്ക്കും മാറാനുള്ളൊരു സാവകാശം ആ സമയം കിട്ടിയില്ല, അവരറിഞ്ഞില്ല. അതിന് ശബ്ദമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നല്ല ശബ്ദമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ വൈഫ് പറഞ്ഞത്. അതേ ഓടി മാറുന്നതിനിടയിലാണോ സംഭവിച്ചത്? അല്ല 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 ഇവര്, ഞാൻ മനസ്സിലാക്കുന്നത് അവര് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ആ 9:45 വരെ ബിജുവും ഭാര്യയും അവരുടെ തറവാട് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം എന്തോ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് വീട്ടിലേക്ക് പോയ സമയത്താണ് ഇത് സംഭവിച്ചത്. ശരിക്കും മരണം അവരെ വിളിച്ചു വരുത്തുകയായിരുന്നു ദൈവം. അപ്പോ അങ്ങനെയാണ് അത് സത്യത്തിൽ സംഭവിച്ചതെന്നാണ് അല്ലേ? അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു ധാരണ നമുക്ക് സന്ധ്യയോടൊന്നും ചോദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ. ഈ സംഭവം നടന്ന് ഉടൻ തന്നെ അങ്ങേക്ക് അവിടെ എത്താൻ കഴിഞ്ഞോ? അപ്പൊ തന്നെ എത്താൻ കഴിഞ്ഞു. ഞാൻ അന്നേരം ആ സമയത്ത് ഇവിടെ സ്കൂളിൽ ക്യാമ്പിലായിരുന്നു. ക്യാമ്പിൽ നിന്ന് ഒരു 10:20 കൂടിയാണ് ആദ്യമേ തന്നെ അവിടെ പ്രിയ എന്ന് പറയുന്ന ആള് വീടിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത്. തൊട്ടടുത്ത കോള് മേളിൽ നിന്ന് മണ്ണ് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് കോളനിയിൽ നിന്ന് ആളുകളുടെ നിലവിളിയോടുകൂടിയുള്ള ഫോൺ കോളായിരുന്നു. കുറ്റാക്കൂര് ഇരുട്ട്, വെളിച്ചമില്ല. അവിടെ അങ്ങയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അന്നേരം എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണമൂർത്തി. പ്രസിഡന്റിനെ അയോഗ്യയാക്കിയെന്ന് എന്തോ ഒരു വാർത്ത, അതിപ്പോ നിലവിൽ അങ്ങനെയാണോ? അതെ അതെ. ഇപ്പൊ പ്രസിഡന്റ് ഇല്ല. ചാർജ് വൈസ് പ്രസിഡന്റ് ആണ്. അനസ് ആ സമയത്തുണ്ടായിരുന്നു? അനസ് വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷെ അനസിനെ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ ആദ്യമേ ഈ മന്ത്രി, MLA, MP ഇവരൊക്കെ വന്ന് ഏകദേശം ഒരു 12 മണിയോടെ അടുക്കുകയാണ് അവരെല്ലാം അല്പം കൂടെ വൈകി. ആദ്യമേ MLA വന്നു, അതിനുശേഷം MP വന്നു, അതിനുശേഷമാണ് മന്ത്രി വരുന്നത്. കളക്ടർ വരുന്നത് സംഗതി മന്ത്രിയും വന്നതിന് ശേഷമാണ് കളക്ടർ എത്തുന്നത്. കളക്ടർ തൃശ്ശൂരിൽ നിന്നാണ് ഒരു യാത്രയിലെ ഔദ്യോഗിക പരിപാടികൾ വരേണ്ടാവും. അപ്പൊ അങ്ങനെ ഇതിനെ ഏകോപിപ്പിക്കാൻ രാത്രി തന്നെ സംഭവത്തെ കഴിഞ്ഞുവോ? തീർച്ചയായിട്ടും കഴിഞ്ഞു. അപ്പൊ ഈ സംഭവം നടന്ന എത്ര നേരം കൊണ്ടാണ് ബിജുവിനെ പുറത്തെടുക്കുന്നത്? ബിജുവിനെ പുറത്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 5-7 മണിക്കൂറോളം താമസിച്ചിരുന്നു. പക്ഷെ ബിജു ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു ബിജുവിന്റെ കാര്യം മോശമാണെന്നുള്ളത്. ബിജു മനസ്സിലാക്കിയെന്നോ നമ്മൾ മനസ്സിലാക്കി? ബിജുവിൽ നിന്ന് ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ സന്ധ്യയിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ സന്ധ്യ കൈപൊക്കി കാണിച്ചായിരുന്നു. അത് ശരി. അപ്പോൾ ഈ വേറെയും ആളുകൾ പെട്ട് കാണുമെന്നൊരു ആശങ്ക നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച് കാണുമല്ലോ? ഇല്ല, അതിനകത്ത് സംഗതി ലക്ഷം വീട്ടിലുള്ള മുഴുവൻ ആളുകളെ മാറ്റിയത് കൊണ്ട് ആ ഒരു ആശങ്കയ്ക്ക് ആരെങ്കിലും ഇതുപോലെ ചെന്നോ, അതിനകത്ത് പെട്ടോ എന്നൊന്നും ചിന്തിച്ചില്ല. അതിനകത്ത് സംഗതി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് റോഡിൽ വണ്ടിയില്ല എന്നുള്ള ഉറപ്പ്. റോഡിൽ വണ്ടിയില്ലായിരുന്നുള്ള ഉറപ്പാക്കി. പിന്നീട് ഈ ക്യാമ്പിൽ നിന്നും ഞാൻ പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ആ സമയത്ത് ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പൊ ക്യാമ്പിൽ നിന്ന് എല്ലാവരുടെ യാത്ര പറഞ്ഞാണ് ഞാൻ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറുന്ന സമയത്താണ് ഈ ഫോൺ കോൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വീടുകളിൽ, ആ മണ്ണിനടിയിലായ വീടുകളിൽ ആരും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ വളരെ വലിയ ഒരു ദുരന്തത്തിൽ നിന്നൊന്നും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു ദുരന്തം അവിടെ സംഭവിക്കുമായിരുന്നു. ഏതായാലും ഭാഗ്യം എന്നേ പറയേണ്ടു, അത് ഒഴിവായി കിട്ടി. അത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മാത്രമല്ല, നമ്മുടെ അടിമാലിക്കാരുടെ ഭാഗ്യം എന്നേ കണക്കൂട്ടേണ്ടു. ഇനിയിപ്പോൾ ഉണ്ടായി, ആളുകൾ ദുരന്തത്തിന് ഇരകളായി മാറി, അവരെ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റി, അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. അപ്പോൾ തുടക്കം മുതൽ ഒരുപക്ഷെ സന്ധ്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് MP അല്ലെങ്കിൽ MLA അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊക്കെ കൂടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആശുപത്രിയിലാക്കി. പക്ഷെ ആശുപത്രിയിൽ സന്ധ്യയെ ആക്കിയതിനു ശേഷം അവിടുത്തെ ആശുപത്രി ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും കൈയൊഴിയുന്നു എന്നൊരു വാർത്തയാണ് പത്രങ്ങൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സത്യത്തിൽ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫൗണ്ടേഷന്റെ പേര് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ, അങ്ങനെയാണ് അതിന്റെ പേര് പറയുക. കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ എന്ന നിലയിലാണ് അവരത് ഏറ്റെടുത്തു എന്നാണ്. വലിയ ചെലവ് വരുന്ന ഒരു ചികിത്സ ആണ് അവിടെ നടക്കുന്നത്. അത് നിസ്സാര കാര്യം. വലത് കാലിന് ഇനിയും 2 ഓപ്പറേഷന് വേണ്ടി വരും. അന്ന് മാത്രമല്ല, ഇടത് കാല് മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്ന്, ഈ ബിജുവിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ വളരെ പെട്ടെന്ന് സർക്കാരിൽ നിന്ന് സഹായം കിട്ടിയോ? ഒരിക്കലും ഇല്ല. അതാണ് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുടെ ആശങ്ക. അതാണ് കാരണം നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഇതേപോലെയുള്ള ദുരന്തമുഖത്ത്
ഒരു മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ടുള്ള അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സഹായം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സാർ ഇപ്പോൾ സൂചിപ്പിച്ച ചികിത്സാ സഹായത്തിൻ്റെ കാര്യം. ചികിത്സയുടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഇത് കാണിച്ചു എങ്കിൽ പോലും അതിനുശേഷമുള്ള അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ ബില്ലിൻ്റെ കാര്യം അവർ ഹോസ്പിറ്റൽ അധികൃതർ ഇവരോട് ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞു എന്നാണ് അറിയുവാൻ കഴിയുക. അവർ ഒരു ദിവസം 3,33,000 രൂപ ബില്ലായി. അത് അടയ്ക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ അടുത്ത് MPയുടെ അടുത്ത് MLA അടുത്ത് സൂചിപ്പിച്ചതിന് ശേഷം ഇന്നലെയാണ് ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഇന്നലെ അവിടെ 3 ലക്ഷം രൂപ ഇന്നലെ അവിടെ ബില്ല് പേ ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യത്തിൽ പല പ്രഷറൈസ് ചെയ്തതിന് ശേഷമാണ്, പല സമ്മർദ്ദങ്ങൾ വന്നതിന് ശേഷം. അതൊക്കെ സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതങ്ങനെ സംഭവിക്കട്ടെ. ഏതായാലും ഈ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ അത് ഏറ്റെടുത്തത് വലിയൊരു ആശ്വാസമായിരുന്നു, ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. പഞ്ചായത്തിനൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്? പഞ്ചായത്തിന് ചെയ്യുവാനുള്ള നിയമപരമായിട്ട് പഞ്ചായത്തിന് ചെയ്യുവാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന പ്രാഥമികമായിട്ടുള്ള ദൗത്യം. അതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്ന ഒരിതുണ്ട്. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇത് ഈ ക്യാമ്പിന് പറ്റിയ വെന്യൂ എവിടെയാണെന്ന് നിശ്ചയിക്കുക, ആ വെന്യൂ കണ്ടെത്തി കൊടുക്കുക അല്ലേ? അതൊക്കെ പഞ്ചായത്തിന്റെ ധർമ്മം. അതാണ് ചെയ്യണം, പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യേണ്ട കാര്യം. പിന്നീട് ഇതിന്റെ സാമ്പത്തിക എത്ര രൂപ വരെ പഞ്ചായത്തിന് പ്രാഥമികമായി ചെലവഴിക്കാം എന്ന നിയമമല്ലോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമമില്ല. അതിനകത്ത് പറയുന്നത്, അതിനകത്ത് ഇനിയിപ്പോൾ ക്യാമ്പിൽ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നതിന് വില്ലേജ് ഓഫീസർ സഹായിക്കുക എന്ന് പറയുന്ന ചുമതല മാത്രമാണ് പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ളൂ. സതിൽ റവന്യൂ ആണ് ഇത് ചെയ്യേണ്ടത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കളക്ടറുടെ കീഴിലുള്ള തഹസിൽദാർ ഉൾപ്പെടെ. അപ്പൊ അങ്ങയുടെ പഞ്ചായത്ത് മെമ്പറും കൂടി ആകുമ്പോൾ അങ്ങയുടെ ഒരു മുഴുവൻ സമയ സാന്നിധ്യം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, ഇവരുടെയൊക്കെ സാന്നിധ്യം സജീവമായിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ തഹസിൽദാരാണല്ലോ സത്യത്തിൽ ഫണ്ട് അനുവദിക്കേണ്ടത് മരണാനന്തര ചടങ്ങിനൊക്കെ. അദ്ദേഹം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഗവൺമെന്റിൽ ഒരു സാങ്ഷൻ ഒന്നും വേണ്ടല്ലോ അങ്ങനെ എന്നാണ് നമ്മളോട് പറയുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു സാങ്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇതിനൊക്കെയാണല്ലോ ഒരു ഉദ്യോഗസ്ഥന് ഡിസ്ക്രിമിനേറ്ററി പവർ ഉള്ളത്. അത്തരം പവർ ഉപയോഗിച്ച്, വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്നതായിരുന്നില്ലേ സാർ? അതിൻ്റെ അതുള്ളൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്തൊരു തർക്കം നിൽക്കുക. ഒരു ഭാഗം പറയുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ അവിടെ അതിൻ്റെ കോമ്പൻസേഷനും മറ്റു കാര്യങ്ങൾ ചെയ്യട്ടെന്ന് പറയുന്നു. മറ്റൊരു തലത്തിൽ പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് പറയുന്നു. കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് പറയുന്നു, അതേപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ പറയുന്നത് സർക്കാർ ഇതിനകത്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു തർക്കം ഇതിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാവും, അത് സ്വാഭാവികമാണ് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. സാങ്കേതികമാണത്. അപകടം സംഭവിച്ചു കഴിയുമ്പോൾ ആ സാങ്കേതികതയിൽ കെട്ടിത്തൂങ്ങി ആളുകൾക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ശരിയായൊരു നിലപാട്, ഒരിക്കലും ധാർമ്മികമായ പരിപാടിയല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് അവർ തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾ നടക്കട്ടെ. ഇതിപ്പോ ഈ കരാർ കമ്പനിക്ക് ഉത്തരവാദിത്തമുണ്ട്, കാര്യം സംശയമൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. അവരാണ് ഇത് പണിയുന്നത്, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ സഹായങ്ങൾ ഈ ചുവപ്പ് നാടകളൊക്കെ ഭേദിച്ച് വരുമ്പോഴേക്കും ആളുകൾക്ക് ആശുപത്രി ബില്ല് അടയ്ക്കണം, മരിച്ച ആളെ അടക്കണം, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ആരും നമ്മളായിട്ട് കരുതിയതല്ല. അപ്പോൾ അതിനൊരു പ്രാഥമികമായ നടപടിക്രമങ്ങൾ ഉടനെ ഉണ്ടാവേണ്ടതായിരുന്നു. അതിനകത്ത് കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ അന്ന് അത് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഇവിടെ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിയും MLAയും MPയും എല്ലാം ആ ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പൊന്നും പാലിക്കുന്നില്ല എന്ന തിരിച്ചറിവിലല്ലേ ആ പാവം ജനങ്ങൾ നിരാഹാരം പ്രഖ്യാപിച്ചത്? തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ വയനാട് ദുരന്തം, ചൂരൽമലയിലുണ്ടായ ദുരന്തം അവരുടെ മുന്നിൽ നിൽക്കുന്നു. അവരെ ഇപ്പോഴും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്ത ഇത് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അതെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഉള്ള വലിയൊരു ഭയാശങ്കയിലാണ് അവർ കഴിയുന്നത്. അപ്പൊ വ്യാഴാഴ്ച അവര് പ്രഖ്യാപിച്ച ഈ നിരാഹാരം പിൻവലിക്കപ്പെട്ടുവോ? പിൻവലിക്കപ്പെട്ടു. അതെന്തുകൊണ്ടായിരിക്കും പിൻവലിക്കപ്പെട്ടത്? കളക്ടർ
റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് വില്ലേജ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സബ് കളക്ടറും ഒക്കെ കളക്ടർക്ക് ഇങ്ങനെ ഇവിടെ ഒരു നിരാഹാര സമരം ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നതാണെന്ന് അവരറിഞ്ഞു. നിരാഹാര സമരം രാവിലെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് കളക്ടർ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകരുത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മറ്റേ സോയിൽ കൺസർവേഷനും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനം ആ മീറ്റിംഗിൽ എടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഇവിടെ വന്ന് ചർച്ച ചെയ്യുകയാണ്. അല്ല കളക്ടർ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരക്കുണ്ട്, അപ്പോൾ ആയതിനാൽ വീഡിയോ കോൺഫറൻസിൽ വരാമെന്ന് പറഞ്ഞു. രാവിലെ ഒരു 9:30 ആയപ്പോൾ വീഡിയോ കോൺഫറൻസിൽ അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമാണ് ആളുകൾ നിരാഹാര സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. അത് ശരി. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവുന്ന തന്നെയാണ്. ഞാൻ മറ്റൊന്ന് കാര്യം ചോദിക്കട്ടെ. ഈ കുറേ പേരെ കത്തിപ്പാറ KC ബോർഡിന്റെ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയല്ലോ. തീർച്ചയായും അവിടെ ക്വാർട്ടേഴ്സ് ഒഴിവുണ്ടായിരുന്നുവോ? അവിടെ 8ഓളം ക്വാർട്ടേഴ്സുകൾ പിറ്റേ ദിവസം ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയതാണ്. അങ്ങനെയാണ് ആ ക്വാർട്ടേഴ്സ് നമുക്ക് കൊടുക്കാം. പക്ഷേ അത് KC ബോർഡുമായിട്ട് ഒരു നിയമപ്രശ്നത്തിലേക്ക് വരുമോ? തീർച്ചയായിട്ടും വരും. അതിന് ഇവരുടെ പുനരധിവാസം നീണ്ടുപോയാൽ KCB ക്വാർട്ടേഴ്സിൽ അവർക്ക് അധികകാലം താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ കഴിയും. അത് അങ്ങനെ നിൽക്കുന്നു. മറ്റൊന്ന്, ഇവിടെ നമ്മളിപ്പോൾ ഈ ലൈഫ് മിഷന്റെ ഒരു ഫ്ലാറ്റ് മച്ചിപ്ലാവിലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ആളുകളെ മാറ്റണം എന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ ക്യാമ്പ് അംഗങ്ങൾ ആരും അങ്ങോട്ട് പോകാൻ വില്ലിങ് അല്ല എന്നാണ് കേട്ടത്. അതെന്താണ് കാരണം? അത് ഒരു കാരണവശാലും ലൈഫ് മിഷന്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അവിടുത്തെ സ്റ്റീവേജ് പ്ലാന്റും അതേപോലെ തന്നെ സെപ്റ്റി ടാങ്കും ഒക്കെ പൊട്ടിയൊലിച്ച് ഒരു കാരണവശാലും അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ലേ? മെയിൻ്റനൻസ് ഇപ്പോൾ ഈ അടുത്തിടെ ലൈഫ് മിഷൻ 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ചില പ്രാഥമികമായുള്ള ചില പണികൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് ടെൻഡറുകൾ വിളിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അവിടെ ആളുകൾക്ക് പോയി താമസിക്കാൻ പറ്റുന്ന സാഹചര്യം. എന്നിട്ടും അങ്ങനെ ഒരു നിർദ്ദേശം വന്നു. ക്യാമ്പ് അംഗങ്ങൾ തിരിച്ചറിഞ്ഞു. അവർ ഒറ്റക്കെട്ടായിട്ട് ലൈഫ് മിഷന്റെ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, അതിനേക്കാൾ പകരം ഞങ്ങൾക്ക് തിരിച്ച് അവിടെയുള്ള ബാക്കിയുള്ള വീടുകളിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചോളാം. വീടുകൾ നഷ്ടപ്പെട്ട ആളുകളും അവിടെ താമസിക്കാൻ പറ്റാതെ ഉള്ള ആളുകൾ എല്ലാം കൂടി നിലവിലുള്ള വീടുകളിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ മാർ ബെസേലിയസ് കോളേജിന്റെ കെട്ടിടം വെറുതെ കിടക്കുന്നു, കോളേജ് നിർത്തിപ്പോയല്ലോ. അപ്പോൾ അവിടെ താമസമാക്കാം. അതിന്റെ മാനേജ്മെന്റ് അംഗീകരിച്ചോ? അത് മാനേജ്മെന്റ് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ പോയി താമസിക്കണം എന്നുള്ള ഡയറക്ഷനാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ ഇതിൽ ഉത്തരവായിട്ട് വന്നത്. എങ്ങനെയാണ് ക്യാമ്പംഗങ്ങളുടെ അതിനോടുള്ള പ്രതികരണവും കോളേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്കൂളിലെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം കുറച്ച് ദിവസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കാം. ഏറ്റവും അടിയന്തരമായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്കവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും ഒരു ആവശ്യം അതാണ്, അധികൃതരുടെ ഒരു ആവശ്യം അതാണ്. വിദ്യാഭ്യാസം മുടങ്ങരുത്, കുട്ടികൾ സ്കൂളിലെ അവധി അത് തുടരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ സ്കൂള് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ഇവർ പുതിയ MB കോളേജിലേക്ക് താമസം മാറുകയും ചെയ്താൽ ഇവരുടെ പിന്നെ ഈ പുനരധിവാസ പാക്കേജ് നീണ്ടുപോകും എന്നുള്ളൊരു ആശങ്ക ഇവിടെ മുന്നിൽ നിൽക്കാം. അതിനൊരു കാരണം കൂടിയുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 3-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതിയോ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കാം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇവരുടെ പുനരധിവാസ പാക്കേജും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കാതെ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്കയും ഇവർക്കുണ്ട്. അല്ല, അതിനു മുമ്പ് ഈ നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങൾ, ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം. അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട അല്ലേ? അതിനു മുമ്പ് ഇതൊക്കെ മുൻകൂട്ടി കണ്ടു വന്നു കഴിഞ്ഞിട്ട് പിന്നെ കൈമറത്തിയിട്ട് കാര്യമില്ല. വിജ്ഞാപനം വന്നതിന് ശേഷം ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കാനാവില്ല. ഇത് ജീവിതമാണ്, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു നട്ടപ്പാതിരയ്ക്ക് മണ്ണൊലിച്ച് വന്ന് വീടും കുടുംബവും ഒരുപക്ഷെ ജീവനും നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന്
കഴിയുന്ന പാവങ്ങൾ ക്യാമ്പിൽ കഴിയുകയാണ്. അവർക്ക് വീട് വേണം, അവർക്ക് ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ദുരന്ത നിവാരണ സമിതി എന്ന് പറഞ്ഞൊരു സമിതിയില്ലേ നമുക്ക് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവര് NDRFന്റെ സംഘം അന്ന് രാത്രി വന്നിരുന്നു. NDRFന്റെ സംഘം വന്നാണ് ഈ ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുത്തത്. അത് ശരി. അതിനുശേഷം കഴിഞ്ഞ ദിവസം വരെ ക്യാമ്പിൽ അവരുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം അതിനുശേഷം ദുരന്ത നിവാരണ സേനയോട് മടങ്ങി പോകാൻ പറഞ്ഞ ഉത്തരവ് വന്ന് അവർ മടങ്ങി പോവുകയുണ്ടായി. ദുരന്ത നിവാരണ സേനയുടെ ഒരു സേവനം വളരെ പ്രയോജനകരമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്ന് അതിൻ്റെ 2 ദിവസം മുമ്പ് ഗതാഗതം അടിമാലിയിൽ ആകെ തിരിച്ചുവിട്ടിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് മൂന്നാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം അല്പം കുറഞ്ഞിട്ടുണ്ട് മണ്ണിടിച്ചിൽ മൂലം, എന്നാൽ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്ര ഗതാഗതം തിരിച്ചുവിടുന്ന ഫലപ്രദമല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷെ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് വളരെ പണിപ്പെട്ടാണ് ആളുകൾ വണ്ടി ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും. കുറച്ചും കൂടി അതിനുള്ളൊരു നല്ല സംവിധാനം ഒരുക്കിക്കൂടെ? അത് നമുക്ക് അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നാഷണൽ ഹൈവേ ഒന്ന് ബ്ലോക്ക് ആകുന്ന സാഹചര്യം വന്നാൽ പോലും നമുക്ക് ഒരു പാരലൽ സംവിധാനം ഇവിടെ ഇല്ല. അത് നമ്മുടെ അടിമാലിയുടെ ഏറ്റവും വലിയൊരു ശാപം. ഇപ്പോൾ നിലവിലുള്ള റോഡ് NH ബൈപ്പാസ് റോഡ്, ആ റോഡ് ഇപ്പോൾ വലിയ ഭാരവാഹനങ്ങൾ, ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോയി ഇപ്പോൾ ആ റോഡ് തകർന്ന അവസ്ഥയിലാണ്. അതേപോലെ തന്നെയാണ് മോർണിംഗ് സ്റ്റാർ റോഡ്, മോർണിംഗ് സ്റ്റാർ മുനിത്തണ്ട് റോഡും ഇത് തന്നെയാണ് അവസ്ഥ. ഫയർ സ്റ്റേഷൻ റോഡും ഇതേപോലെ. അവിടെയെല്ലാം സംഗതി പഞ്ചായത്ത് റോഡുകളായതുകൊണ്ട് ചെറിയ ചെറിയ വാഹനങ്ങൾ ഓടുന്നതിനുള്ള ഇതിലാണ് ആ റോഡിൻ്റെയൊക്കെ നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത്. വലിയ ഭാരവാഹണ്ടികൾ ഓടുന്നതിനുള്ള ഒരു സംവിധാനം ഈ റോഡുകൾക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് വൺ വേ ആയി ക്രമീകരിച്ചിരിക്കുന്ന റോഡില് ഒരു കാരണവശാലും എതിർ സൈഡിലൂടെ വണ്ടി വരാതിരിക്കാൻ ഏർപ്പാടുകളില്ലേ? അത് ആളുകൾ ബസ്സൊക്കെ ഇരിക്കുന്ന പുതിയ ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ആയിട്ട് വരുന്ന പുതിയ ഡ്രൈവർമാർ വിഷമിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് പോലീസ് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമുണ്ട്. NH ബൈപ്പാസ് റോഡിൽ സംഗതി ടൗണിൽ നിന്നുള്ള വാഹനങ്ങളാണ് അങ്ങോട്ട് തിരിച്ചുവിട്ടിരിക്കുന്നത്. മൂന്നാർ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂമ്പമ്പാറ മടമ്പടി ഭാഗത്തും ഫയർ സ്റ്റേഷൻ റോഡ് വഴിയുള്ള റോഡിൽ, പക്ഷേ ഇതിലൂടെയും വാഹനങ്ങൾ കടന്നു വരിക. ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവിടെ നിന്ന് അപ്പോൾ തന്നെ CIനെ വിളിച്ചു പറഞ്ഞ് അവിടെ പോലീസിനെ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ആളുകൾ ഈ ട്രാഫിക് നിയന്ത്രണവുമായി നിൽക്കുന്നത് ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവരെ ചിലപ്പോൾ ജനം അനുസരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും അത് യൂണിഫോമിൽ പോലീസ് നിന്നാൽ മാത്രമേ ഈ തരം ഡ്രൈവർമാർ അനുസരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഭയത്തിന്റെ ചില പ്രശ്നങ്ങൾ, മറ്റാളുകളെ നിർത്തിയാൽ അത് എത്ര കണ്ട് ഫലപ്രദമാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് സത്യത്തിൽ അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വല്ലാതെ ഞെരുക്കുന്നുണ്ട്. നമ്മുടെ ട്രാഫിക്, നമ്മുടെ യാത്രകൾ, ജനങ്ങളുടെ വരവ് പോക്ക് ഒക്കെ വല്ലാതെ ഞെരുക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇടിഞ്ഞ സ്ഥലത്ത് പണി ആരംഭിച്ചോ? അതായത് മണ്ണ് മാറ്റൽ ജോലികൾ ആരംഭിച്ചോ? ഇല്ല, ആരംഭിച്ചിട്ടില്ല. അതെന്തായിരിക്കും കാരണം? അത് കഴിഞ്ഞ ദിവസം ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ ആളുകൾ ആ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി വന്നിരുന്നു. പക്ഷെ അപ്പോൾ അത് അവിടെ ഈ ദുരന്തത്തിനിരയായ ആളുകൾ, ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ എങ്ങനെയോ അറിഞ്ഞ് അവർ ആ സംഘമായി എത്തി ആ ജോലി തടയുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ അപ്പോഴും അവരുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മാറ്റി NHൽ കൂടിയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ പിന്നെ മെല്ലെ പോക്കാകും എന്ന് ഭയന്നിട്ടാണ് അവരത് പോയി തടഞ്ഞത്. വീണ്ടും മണ്ണ് വരുമെന്ന് ഭയന്നിട്ടല്ല, വീണ്ടും മണ്ണ് വരുമെന്നുള്ള ഭയമുണ്ട്, ഇത് രണ്ടും ഉണ്ട്. അതാണ് അവർ തടയാനുള്ള സാഹചര്യം ഉണ്ടായത്. ശരി. അപ്പോൾ ഈ സത്യത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പഞ്ചായത്ത് ഉൾപ്പെടെ, അതായത് വില്ലേജ് പഞ്ചായത്ത് ഉണർന്നു പ്രവർത്തിച്ചു തുടക്കത്തിൽ എന്നായിരുന്നു പത്രം പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അല്ലേ? വളരെ സജീവമായിരുന്നു, ആളുകൾക്ക് ഒരു കൈത്താങ്ങായി നിന്നു എന്നാണ്. അടിമാലിയിലെ ജനതയും നിന്നു. സന്ധ്യയുടെ കാര്യത്തിലൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഈ ചികിത്സാ സഹായമൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ഇവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അത് സർക്കാർ അത് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പും
ആ കാര്യത്തിൽ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടരെ ഒരു 8ഓളം കുടുംബങ്ങളെ കൊണ്ടൊന്ന് അവിടെ താമസിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ കത്തിപ്പ, അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ഇതുപോലെ, അതുപോലെ അവരെ അവിടെ അവർക്കുള്ള ഭക്ഷണ കിറ്റിനുള്ള സാധനങ്ങളെല്ലാം അടങ്ങുന്ന കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതാത് ദിവസം കൊടുക്കുന്നുണ്ട്? അല്ല, അവർക്ക് ആവശ്യത്തിനുള്ള പലചരക്ക് പലവ്യഞ്ജന സാധനങ്ങളും പച്ചക്കറികളും എല്ലാം അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇനി അത് തീരുന്ന മുറയ്ക്ക് അടുത്ത ഇത് എത്തിച്ചു കൊടുക്കും. മറ്റേ അവർക്ക് പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും മറ്റു കാര്യങ്ങളും അതും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായുള്ള വസ്ത്രങ്ങളും പലരായിട്ട് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും ഈ റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏതായാലും മണ്ണ് വന്ന് ഇങ്ങോട്ട് കൂടുതലായി വീണു, പക്ഷേ അത് വീണ്ടും ഇടിഞ്ഞു പോരാത്ത സംവിധാനം ഉണ്ടാക്കുക, അവിടെ ആവശ്യത്തിന് വീതി എതിർ സൈഡില്ലെങ്കിൽ എതിർ സൈഡിൽ എടുത്തു പോവുക, ജനങ്ങളുടെ സുരക്ഷയ്ക്കാണല്ലോ പ്രാധാന്യം. തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമുണ്ട്. ഈ 9-ാം വാർഡാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലം? അതെ, 9-ാം വാർഡ്. അതല്ലേ? ആരാണ് അവിടുത്തെ മെമ്പർ? MS ചന്ദ്രൻ. MS ചന്ദ്രനാണ്. അദ്ദേഹം സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. സജീവമായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. ഈ ദുരന്തം അറിഞ്ഞ ആ സമയത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നു. എത്തിച്ചേരാൻ പറ്റുന്ന മുഴുവൻ ആളുകളും എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ വലിയ ഒരു ഇഷ്യൂയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ വലിയൊരു വിവാദങ്ങളിലേക്ക് പോകാതെ ഈ ജനങ്ങളെ മുഴുവൻ പുനരധിവസിപ്പിക്കുമെന്ന് അങ്ങേക്ക് വിചാരിക്കുന്നുണ്ടോ? അതിപ്പോ അടുത്ത ദിവസം നടക്കുന്ന മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ അത് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. പുനരധിവാസം ആർക്കൊക്കെ ലഭിക്കും, ഏത് ഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു 4ഓളം വകുപ്പുകളുടെ കൂട്ടായ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അവർ കൊടുക്കുന്ന MP-യും MLA-യും ഇവര് ഒക്കെ എപ്പോഴും സജീവമായിട്ടുണ്ടോ? ഉണ്ട്. അവർ കാര്യങ്ങൾ മേൽനോട്ടമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലമാണ്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അങ്ങയോട്, എന്നാൽ പോലും പരിമിതി മൂലമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ദുരന്ത മുഖത്ത് നിന്ന് അങ്ങ് ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ വരികയും ഈ ഒരു കാഴ്ചക്കാരനായി നിൽക്കാതെ മൊത്തത്തിൽ ആ ദുരന്തത്തിൽ ഇറങ്ങി ആ ദൈന്യതകളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിലാണ് അങ്ങയോട് ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത്. വന്നതിനും പറഞ്ഞതിനും വളരെയേറെ നന്ദിയുണ്ട്. മീഡിയയിലില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. പല ദുരന്തങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇനി ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. തദ്ദേശ ഭരണകർത്താക്കൾക്കും ഒപ്പം സർക്കാരിനും ഈ കരാർ കമ്പനിക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഒക്കെ ചെയ്യാനുണ്ട്. അതെത്രയും പെട്ടെന്ന് ഇതിന് ഇരയായ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം. നന്ദി, നമസ്കാരം.